ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ്, വെറുതെ പറയുന്നതല്ല. ആരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് പറയാൻ പറ്റും. അത് പറയാനുള്ള കരുത്ത് ഈ നെഞ്ചിനുണ്ട്. അത് മനസ്സിലാക്കണം. നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇഡിയുടെ റെയ്ഡും വിഡിയുടെ നിശബ്ദതയും. അതാണ് ഇഡിയുടെ റെയ്ഡ്. നമ്മുടെ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ പിണറായി വിജയൻ്റെ വീട്ടിൽ അതോടനുബന്ധിച്ച് നടന്ന 12 ഇടങ്ങളിൽ നടന്ന റെയ്ഡ്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഈ ഇത്രയും പ്രമാദമായ വിഷയം നടന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയായ ശ്രീ വി.ഡി. സതീശൻ്റെ മൗനം. ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അതിമാന ഇഡിയുടെ റെയ്ഡിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപാകതകളും അനിഷ്ട സംഭവങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ വന്ന ആ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയും അതൊക്കെ തുടക്കത്തിൽ വളരെ അപലപിക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ പോലും ഏകദേശം ഇതിനോടകം 19 പേരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്താണെങ്കിലും ശരി, അതിനകത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കേരളത്തിൽ ഒരു കേന്ദ്ര ഏജൻസി അത് ഏത് രീതിയിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇവിടെ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു ഇഡിയുടെ പരിശോധന, ആ പരിശോധനയ്ക്ക് ആരും വിലങ്ങേടി ഇടാൻ പാടില്ലായിരുന്നു. കാരണം മടിയിൽ കനമില്ല, കൈ പരിശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞവരുടെ ഭാഗത്തു നിന്നാണ് ഇത്രയും എതിർപ്പുണ്ടാകുമ്പോൾ അവിടെ മടിയിൽ ഭയങ്കരമായ കനമുണ്ട് എന്നും കയ്യിൽ പരിശുദ്ധയ്ക്ക് പകരം മൊത്തം കറകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതുമാണ് ഇവിടെ പൊതുസമൂഹത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും അതിൻ്റെ പേരിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ഇപ്പോൾ ഏകദേശം 19 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കുറേ പേരൊക്കെ റിമാൻഡ് ചെയ്തു, മറ്റ് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ വൈകിട്ട് കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ടും പ്രകാരമാണ് 19 പേര് വരെ ആയിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത്. ഇനിയുണ്ട് 50 പര ആൾക്കാരെ ഇനിയും ഈ കേസിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ എത്രയും വേഗം തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇതിനകത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഭാഗ്യമുണ്ടെങ്കിൽ ന്യൂഡൽഹിയിൽ പോയി തീഹാർ ജയിലിൽ കിടക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഇവിടുത്തെ പിണറായിസ്റ്റുകൾ തന്നെ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിണറായിസ്റ്റുകൾ തന്നെ സ്വയം കുഴി തോണ്ടുക കൂടിയാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് പൊതുവെ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കേസിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഇതേതോ ഒരു തരം ഈ കൊള്ളസംഘങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവവികാസം. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പം വീണ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ, എത്ര ബാങ്ക് അക്കൗണ്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം 240 ബാങ്ക് അക്കൗണ്ട് വരപ്പിച്ചതായിട്ടാണ് പറയുന്നത്. അതിനകത്ത് വീണ വിജയൻ്റെ തന്നെ എത്രയുണ്ടാവും, അവരുടെ സിൽബന്ധികളുടെ എത്രയുണ്ടാവും, അതുപോലെ തന്നെ മറ്റ് പല അവരുമായിട്ട് ചെയിനായിട്ട് നിൽക്കുന്ന എത്രയോ പേരുടെ ബാങ്ക് അക്കൗണ്ട് 242 ബാങ്ക് അക്കൗണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 18.5 കോടി രൂപ ഫ്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും മാത്രമൊക്കെ പണമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? വീണ വിജയൻ എന്താണ് ജോലി ഇരിക്കുന്നത്, എന്താണ് വരുമാനം ഇരിക്കുന്നത്? ആകപ്പാടെ ബാംഗ്ലൂർ ഏതോ ഒരു തട്ടിക്കൂട്ട് കമ്പനി നടത്തിയിരുന്നു എന്നുള്ളൊരു ലേബലല്ലാതെ മറ്റെന്താണുള്ളത്? അപ്പോൾ ഈ പണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൽ നിന്നുകൊണ്ട് തട്ടിയെടുത്ത പണം എന്ന് തന്നെ പറയേണ്ടി വരില്ല. കാരണം ഈ പിണറായി വിജയൻ്റെ ഭരണം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന വൻ സാമ്പത്തിക തട്ടിപ്പിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം വിഹിതം ഇതിലെ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് സ്പ്രെഡായി കിടക്കുന്നു എന്നുള്ളതല്ല ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണെങ്കിലും ശരി, ഇതിനകത്ത് സത്യം പുറത്തേക്ക് വരേണ്ടതുണ്ട്. മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, ഈ നിലവിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് കടന്നു വന്ന വി.ഡി. സതീശനെ പറ്റിയാണ്. അദ്ദേഹം എല്ലാ കാര്യത്തിനകത്തും പിണറായി വിജയനെ കുറ്റപ്പെടുത്തുക സ്വാഭാവികമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ് രാഷ്ട്രീയപരമായിട്ട്. പക്ഷേ അദ്ദേഹം ഇപ്പം കാണിക്കുന്ന അതേ പാത തന്നെയാണ്. അതായത് പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് അത്
സത്യപ്രതിജ്ഞയുടെ അന്ന് മുതൽ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ്. അതായത് മതനേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞത്, മറ്റൊരു മതനേതാക്കളുടെ തിണ്ണ നിരങ്ങുന്നതിനകത്ത് മടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുൻ മുഖ്യമന്ത്രിമാരാരും ചെയ്യാത്ത പ്രവൃത്തി തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് തന്നെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലേക്ക് പാഞ്ഞു പോകേണ്ട ഗതികേട്ടിലേക്ക് എത്തി നിലവിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ശ്രീ വി ഡി സതീശൻ. തൊട്ടടുത്ത ദിവസമായ രണ്ടാമത്തെ ദിവസം തൻ്റെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാരെ തന്നെ വീണ്ടും അതേ രൂപതയിലേക്ക് തന്നെ പറഞ്ഞു വിടേണ്ട ഗതികേട്ടിലേക്ക് വന്നു. അപ്പോൾ മതനേതാക്കളുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്കും തിണ്ണ തന്നെയാണ് എല്ലാ ദിവസവും നിരങ്ങുന്നതെന്നുള്ള അവസ്ഥയിലേക്ക് വന്നെത്തി എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ സാരാംശം. മറ്റൊരു കാര്യം നമുക്കറിയാവുന്നതാണ്, മുനമ്പം വിഷയത്തിൽ വെറും 10 മിനിറ്റ് കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. 10 ദിവസവും കഴിഞ്ഞു. ഇപ്പോൾ കുറേ ന്യായീകരണങ്ങൾ കൊണ്ട് നടക്കുകയാണ്. ഇതിനേക്കാളും വലിയ കടമ്പകൾ ഉണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് പരിഹരിച്ച മുഖ്യമന്ത്രിമാർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അറിയില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അദ്ദേഹത്തിന് ന്യായീകരിക്കണമെങ്കിൽ ഇപ്പോൾ അതൊക്കെ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും അറിയുന്നില്ല, കാണുന്നില്ല എന്ന് പറയുന്ന ചില മാർഗമുള്ളൂ. അതിനേക്കാൾ ഇപ്പോൾ ഏറ്റവും പ്രമാദമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ED റെയ്ഡും അത് സംബന്ധിച്ചിട്ട് കേരള സമൂഹത്തിലുണ്ടായ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഒരു സംഭവത്തെപ്പറ്റി നിലവിലുള്ള മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഈ നിമിഷം വരെയും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇതുവരെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്ന പ്രകാരം ഡൽഹിയിലും കേരളത്തിലുമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ, അദ്ദേഹത്തിന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ 7 പ്രാവശ്യമാണ് പത്രക്കാർ, മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ഒരു വിശദീകരണം ചോദിച്ചത്. ഈ നിമിഷം വരെ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു പ്രതികരണം പിണറായിന്റെ റെയ്ഡ്, പിണറായിയുടെ വീട്ടിലെ റെയ്ഡ്. Sir, how do you see the raid in Kerala that Pinarayi Vijayan has said that Rahul Gandhi is also very happy and satisfied with this raid? How do you see this? How do you counter this? Want to say something, sir? അങ്ങയുടെ ദില്ലി സന്ദർശനത്തിന് ശേഷമാണ് പിണറായിയുടെ വീട്ടിലെ റെയ്ഡ് നടന്നത്. Can you share about the meeting? ദുരൂഹതയുണ്ട് എന്നാണ് CPM ഒക്കെ ആരോപിക്കുന്നത്. Yes, all of this we'll ask off record. Sir, would you like to speak about the meeting? That meeting today. Bro, just wait na. Abhi nahi bol raha, just let's talk off record na. Sir, want to say something about this meeting? No? ആഭ്യന്തരമന്ത്രിയായിട്ട് നടത്തിയ ചർച്ച. അതിനേക്കാൾ ഇപ്പോൾ ഏറ്റവും പ്രമാദമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ED റെയ്ഡും അത് സംബന്ധിച്ചിട്ട് കേരള സമൂഹത്തിലുണ്ടായ മൊത്തത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഒരു സംഭവത്തെപ്പറ്റി നിലവിലുള്ള മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഈ നിമിഷം വരെയും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇതുവരെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്ന പ്രകാരം ഡൽഹിയിലും കേരളത്തിലുമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ, അദ്ദേഹത്തിന് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ 7 പ്രാവശ്യമാണ് പത്രക്കാർ, മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിനോട് ഒരു വിശദീകരണം ചോദിച്ചത്. ഇതെല്ലാം പറയുന്ന CM-അല്ലേ സംസാരിക്കുക? മാധ്യമങ്ങളൊക്കെ പറയുന്ന CM-അല്ലേ? പൊതുവെ പ്രതികരിക്കുന്നതാണല്ലേ? ഇത്രയും ഗൗരവമുള്ള വിഷയം കേരളത്തിൽ നടന്നിട്ട് ഈ നിമിഷം വരെ ഒന്ന് പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പിണറായി വിജയൻ്റെ അതേ പാത പിന്തുടരുന്നു എന്നുള്ളതല്ല ഇവിടെ ഇപ്പോൾ കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ്? കാരണം ജനം അത് വളരെ ആകാംക്ഷയോടു കൂടി അത് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ, അത് പറയേണ്ടതല്ലേ. അതിന് പകരം അദ്ദേഹം ഇപ്പം ഇതുവരെ ഒരു മുഖ്യമന്ത്രിമാർക്കില്ലാത്ത ഒരു പുതിയൊരു ഒരു പേര് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലാണ് അങ്ങനെ ഒരു വാചകം കേൾക്കുന്നത്. പൂക്കിച്ചിരി എന്ന, പൂക്കിച്ചിരി ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാനൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. മറ്റുള്ളവരത് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു ചിരി, ഞങ്ങളുടെയൊക്കെ നാടൻ ഭാഷ പറഞ്ഞ ഒരു തരം വളിച്ച ചിരി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു പൂക്കിച്ചിരി ആണ് ഇപ്പോഴുള്ള സംഭാവന. പത്രക്കാരൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ ഒരു പൂക്കിച്ചിരി തന്നെ ചിരിച്ച്, ഇതെന്താണ് ഒരു തരം
പൊതുജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയുടെ ഒരു ഉത്തരവാദിത്വം എന്നുള്ളതും കൂടെ ഇവിടെ പൊതുസമൂഹം ഇപ്പോൾ തന്നെ ചോദിച്ചു തുടങ്ങി. കാര്യം ശരിയാണ്, അദ്ദേഹം കുറച്ച് ദിവസമായിട്ടുള്ള ചാർജ് എടുത്തിട്ട് ഇ ഡി റെയ്ഡിന് പിന്നിൽ വി ഡി മോഡി കൂട്ടുകെട്ടാണെന്ന CPM ആരോപണത്തിൽ മറുപടി പറയാതെ തുടർച്ചയായി 2ാം ദിവസവും മുഖ്യമന്ത്രി വി ഡി സതീശൻ. സോറി, അത് മാത്രമേ ചോദിക്കരുത്. വെടിക്കെട്ട് പത്ര ശശിയായിട്ട് ഞാൻ വാക്ക് കൊടുത്താണ്. എന്റെ നാവിൽ നിങ്ങളെ പെരുക്കില്ല. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ദുരൂഹതയുണ്ട് എന്നാണ് CPM ഒക്കെ ആരോപിക്കുന്നത്. നല്ല ചോദ്യം. അടുത്ത ചോദ്യം. അപ്പോൾ അതിൻ്റെതായ ഒന്നിരിക്കാനായിട്ടുള്ള ഒരു സാവകാശം അത് വേണം തന്നെ. പക്ഷേ ഏറ്റവും ഗൗരവമുള്ള വിഷയത്തിൽ പ്രതികരിക്കേണ്ടടുത്ത് അല്ലെങ്കിൽ ഇടപെടേണ്ടടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? അതെന്തുകൊണ്ട് പറയുന്നില്ല? ഈ ED റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് അത് പറയാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും തൻ്റെ വലിയൊരു ക്ഷേമമായിട്ട് അദ്ദേഹം സ്വയം അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്തുതിക്കുന്നവരും അങ്ങനെ കരുതുന്നുണ്ട് എങ്കിൽ അങ്ങനെയല്ല കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തന്നെയാണ്. ഇന്നലെ ഉണ്ടായ വിഷയത്തിനകത്ത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റി എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പറയാവുന്ന കാര്യങ്ങളെങ്കിലും അദ്ദേഹം പറഞ്ഞല്ലോ. ആ രീതിയിലെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുക തന്നെ ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം അടുത്ത ദിവസം പ്രതികരിക്കുമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഈ 2 ദിവസത്തെ മൗനം അത് വലിയൊരു മൗനം തന്നെയാണ്. അത് ശരിയായൊരു രീതിയായിട്ട് കേരള പൊതുസമൂഹം വിലയിരുത്തുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.